إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതര മതങ്ങളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും തത്വശാസ്ത്രങ്ങളിൽ നിന്നുമെല്ലാം ഇസ്ലാമിനെ വ്യതിരക്തമാക്കുന്ന, അവയെല്ലാം അതിജയിച്ചുകൊണ്ട് ഇസ്ലാം പ്രകടമായി നിൽക്കുന്ന ഒട്ടനവധി നന്മ നിറഞ്ഞ സ്വഭാവ സവിശേഷതകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്, മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, ഒരു മുസ്ലിമായ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും സമൂഹത്തിന് ഉപകാരം ചെയ്യുന്നവരായിരിക്കണം. ഒരു നിലക്കും അവരിൽ നിന്ന് ഉപദ്രവമുണ്ടാകുവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, ഖൈറുക്കും മൻ യുർജ ഖൈറു വയുഅ്മനു ശർറുഹു. നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ ആരുടെ നന്മയാണോ പ്രതീക്ഷിക്കപ്പെടുന്നത്, ആരുടെ തിന്മയെ സംബന്ധിച്ചാണോ സമൂഹത്തിന് നിർഭയത്വമുണ്ടാകുന്നത്, അവനാണ് ഏറ്റവും നല്ലവൻ. എന്ന് പറഞ്ഞാൽ നല്ല ഒരു സത്യവിശ്വാസി, അവനിൽ നിന്ന് നന്മ മാത്രമേ സമൂഹം പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അവനെക്കൊണ്ട് എനിക്കൊരു ഉപദ്രവം, എൻ്റെ വീടിന്, എൻ്റെ നാടിന്, എൻ്റെ പ്രദേശത്തിന്, എൻ്റെ രാജ്യത്തിന് ഒരു ഷർറാണ് ഇവൻ എന്ന് ഒരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് തോന്നുവാൻ പാടില്ലാത്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദി. ഒരു യഥാർത്ഥ മുസ്ലിം മറ്റ് എല്ലാ മനുഷ്യർക്കും ആ മുസ്ലിമിൻ്റെ കൈകൾ കൊണ്ടും നാവുകൊണ്ടുമുള്ള ഉപദ്രവത്തിൽ നിന്ന് സംരക്ഷണം ലഭിക്കണം. അപ്പോഴാണ് ഒരാൾ യഥാർത്ഥ മുസ്ലിമായി തീരുന്നത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്ന് തന്നെ എല്ലാ നന്മകളിലും കൂടെയുണ്ടാവുക, ഒരു തിന്മയിലും സഹകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. വതആവനു അലൽ ബിർരി വത്തഖ്വ. പുണ്യത്തിലും തഖ്വയിലും ധർമ്മനിഷ്ഠയിലും നന്മയിലും ആയിരിക്കണം നിങ്ങൾ പരസ്പരം സഹകരിക്കേണ്ടത്. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. ശത്രുതയുണ്ടാക്കുന്ന, പാപമുണ്ടാക്കുന്ന ഒരു കാര്യത്തിലും പരസ്പരം സപ്പോർട്ട് ചെയ്യരുത്, സഹകരിക്കരുത്. മറിച്ച് നന്മയിലും തഖ്വയിലും മാത്രമായിരിക്കണം സഹകരിക്കേണ്ടത്. അങ്ങനെ ഉപകാരപ്രദമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ നൽകിയ മറുപടി, അഹബ്ബുന്നാസി ഇലല്ലാഹ് അൻഫഉഹും ലിന്നാസ്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം, ഏറ്റവും അധികം ജനങ്ങൾക്ക് ഉപദ്രവം ചെയ്യുന്ന ആളല്ല, പിന്നെ ഏറ്റവും അധികം ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാരോ അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൂടുതൽ ഇഷ്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനിസ്തതാഅ മിൻകും അൻ യൻഫഅ അഖാഹു ഫൽയഫഅൽ. നിങ്ങളിൽ ആർക്കെങ്കിലും തൻ്റെ സഹോദരനെ ഏതെങ്കിലും നിലക്ക് സഹായിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ അപ്രകാരം ചെയ്യണം. അങ്ങനെ പരസ്പരം നിങ്ങൾ സഹായിക്കണം, സഹായിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അടിമയെ സഹായിച്ചു കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുമ്പോൾ
മറ്റൊരാളുടെ പ്രയാസം നീക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു നന്മ നൽകുമെന്ന് മാത്രമല്ല, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിഹരിച്ചു തരും. മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ ഖുറബി ദുനിയ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം ആരെങ്കിലും നീക്കിക്കൊടുത്താൽ ഖിയാമത്ത് നാളിൻ്റെ പ്രയാസത്തിൽ നിന്ന് അല്ലാഹു ആ വ്യക്തിയെയും രക്ഷപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തും പരലോകത്തും നമ്മളെ സഹായിക്കുവാനും നമ്മുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കിത്തരുവാനും അടിസ്ഥാനപരമായ ഒരു കാരണമായി വർത്തിക്കുന്നത് സമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന ആളുകളായി നിലകൊള്ളുക, ഒരു നിലക്കും മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും നന്മ ചെയ്യുക, എല്ലാവർക്കും ഉപകാരം ചെയ്യുക എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാതൃകയായി നമ്മൾ സ്വീകരിക്കണം. ആ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമായിരിക്കണം നമ്മൾ പ്രതിഫലം ആഗ്രഹിക്കേണ്ടത്. നിങ്ങൾ നോക്കൂ, മഹാനായ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മദിയനിലെത്തിയ സന്ദർഭത്തിൽ 2 പെൺകുട്ടികൾക്ക് സഹായം ചെയ്തു കൊടുക്കുകയാണ്. കാരണം അവർക്ക് അവിടെ നിന്ന്, ആ ആട്ടിടയന്മാർക്കിടയിൽ നിന്ന് വെള്ളമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അവർ മാറി നിൽക്കുകയാണ്. ഉടനെ തന്നെ ആ വിഷയത്തിൽ ഇടപെടുകയാണ് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. അവരുടെ ആടുകൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു. എന്നിട്ട് അവരോടല്ല പ്രതിഫലം ചോദിക്കുന്നത്, മറിച്ച് റഹ്മാനായ റബ്ബിനോട് മാറി നിന്നുകൊണ്ട് ഖാല റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈരിൻ ഫഖീർ, അല്ലാഹുവേ, ഇവിടെ മുഹ്താജായ ആവശ്യക്കാരായ ഒരാളെ ഞാൻ സഹായിച്ചിരിക്കുന്നു. റഹ്മാനായ നാഥ, ഞാനും ഇപ്പോൾ ഒരു ആവശ്യക്കാരനാണ്, ഫക്കീറാണ്, ഞാൻ നാട് വിട്ട് വന്നതാണ്, എനിക്കിവിടെ ആരുമില്ല, അല്ലാഹുവേ നീ എന്നെ സഹായിക്കണമേ. ഉടനെ തന്നെ അദ്ദേഹം സഹായിക്കപ്പെടുന്നത് നമ്മൾ കാണുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കുന്നത്, ഏതു കുട്ടിക്കും, ഏതു വൃദ്ധക്കും, ഏതു സ്ത്രീക്കും, ഏതു പുരുഷനും, ഏതു വകുപ്പിൽപ്പെട്ട ആളുകൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹായം ലഭിച്ചിരുന്നു. ഏതൊരാളുടെയും കൈപിടിച്ച് അവരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ കൂടെ നടന്നിരുന്നു. അവിടെ മുശ്രിക്കെന്നോ യഹൂദിയെന്നോ ക്രൈസ്തവനെന്നോ ഉള്ള വ്യത്യാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. അപ്രകാരമായിരിക്കണം സത്യവിശ്വാസികൾ. എല്ലാവർക്കും നന്മ ചെയ്തു കൊടുത്തും എല്ലാവർക്കും ഉപകാരം ചെയ്തു കൊടുത്തും അതിൻ്റെ പ്രതിഫലം റഹ്മാനായ റബ്ബിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിസ്വാർത്ഥരായ നല്ല അടിമകളായി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏത് അനുഗ്രഹങ്ങൾ എടുത്തു നോക്കിയാലും മനുഷ്യർക്കിടയിൽ ആ വിഷയത്തിൽ ഏറ്റ വ്യത്യാസങ്ങൾ കാണാം. ചില ആളുകൾക്ക് അല്ലാഹു ശക്തിയിൽ, ആരോഗ്യത്തിൽ, അല്ലെങ്കിൽ അറിവിൽ, അല്ലെങ്കിൽ സമ്പത്തിൽ മറ്റൊരാളേക്കാൾ കൂടുതൽ കൊടുക്കുന്നു. അത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഇന്ന ലില്ലാഹി തആല അഖ്വാമൻ ഇഖ്തസ്സഹും ബിന്നിഅം ലിമനാഫിഇൽ ഇബാദ്. അല്ലാഹുവിന് ചില ആളുകളുണ്ട്, അല്ലാഹു അവർക്ക് ചില പ്രത്യേക നിഅമത്തുകൾ നൽകിക്കൊണ്ട് അവരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എന്തിനാണത്? ഫഖർ നടിക്കാനല്ല, കിബ്ർ നടിക്കാനല്ല. ലിമനാഫിഇൽ ഇബാദ്, അടിമകൾക്ക് ഉപകാരം ചെയ്തു കൊടുക്കാനാണ്. പണമുള്ളവൻ്റെ പണം പണമില്ലാത്തവന് ഉപകാരപ്പെടണം. അയാൾക്ക് മാത്രം ഉപകാരപ്പെട്ടാൽ പോരാ. ഒരാൾക്ക് ശക്തിയുണ്ടെങ്കിൽ ശക്തിയില്ലാത്തവൻ്റെ ശക്തിയായി മാറണം അത്. ഒരാൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ ആരോഗ്യമില്ലാത്തവൻ്റെ ആരോഗ്യം ആരോഗ്യമുള്ളവൻ്റെ ആരോഗ്യമാണ്. പണമില്ലാത്തവൻ്റെ പണം പണമുള്ളവൻ്റെ പണമാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലാഹു തെരഞ്ഞെടുത്തത് എന്തിനാണ്? ലിമനാഫിഇൽ ഇബാദ്, അടിമകൾക്ക് ഉപകാരം ചെയ്യാനാണ്. യുഖിറുഹും ഫീഹാ മാ യബ്ദുലൂനഹാ, അവർക്ക് ചെയ്തു കൊടുത്ത ആ നിഅമത്ത് അവർ മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയാണെങ്കിൽ ആ നിഅമത്തിനെ അല്ലാഹു നിലനിർത്തും. എന്നാൽ ഇദാ മനഊഹാ നസഅഹാ മിൻഹും ഫഹവ്വലഹാ ഇലാ ഗൈരിഹിം, എന്നാൽ അതവർ ജനങ്ങൾക്ക് നൽകുന്നില്ലെങ്കിലോ ആ നിഅമത്ത് അല്ലാഹു അവരിൽ നിന്ന് എടുത്തു മാറ്റി മറ്റൊരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകുന്നതാണ്. അപ്പോൾ അല്ലാഹു ഒരു നിഅമത്ത് നൽകുന്നത് മറ്റൊരാൾക്ക് അല്ലാഹുവിന് നേർക്കുനേരെ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, മറിച്ച് അടിമകൾ അല്ലാഹു പരീക്ഷിക്കുകയാണ്.
പണമുള്ളവൻ അതില്ലാത്തവർക്ക് കൊടുക്കുന്നുണ്ടോ? ആരോഗ്യമുള്ളവൻ അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോ? സ്ഥാനമാനം ലഭിച്ചവൻ അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നുണ്ടോ? രാജാധിപത്യം ലഭിച്ചവൻ മറ്റുള്ളവരെ സഹായിക്കുന്നുണ്ടോ? അങ്ങനെ ഓരോരുത്തരും ലഭിച്ച നിഅമത്ത് സമൂഹത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ അല്ലാഹു അത് നിലനിർത്തും, ഇല്ലെങ്കിൽ അത് അവരിൽ നിന്ന് എടുത്തു മാറ്റി മറ്റുള്ളവർക്ക് കൊടുക്കും. ഈ ആശയം പരിശുദ്ധ ഖുർആനിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹാ അൻതും ഹൗലായി തുദ്ഔന ലിതുൻഫിഖൂ ഫീ സബീലില്ലാഹ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കണമെന്ന് പറയുമ്പോൾ ചില ആളുകൾ ഫമിൻകും മൻ യബ്ഖൽ, പിശുക്ക് കാണിക്കുന്നു. വമൻ യബ്ഖൽ ഫഇന്നമാ യബ്ഖലു അൻ നഫ്സി വല്ലാഹുൽ ഗനിയ്യു വഅൻതുമുൽ ഫുഖറാ. നിങ്ങൾ പിശുക്ക് കാണിച്ചാൽ നിങ്ങൾക്കെതിരിലാണ് പിശുക്ക് കാണിക്കുന്നത്. അള്ളാഹു ധന്യനാണ്. ചില ആളുകൾക്ക് കൊടുക്കാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ഇല്ലാത്തത് കൊണ്ട് കൊടുത്തവരോട് കൊടുക്കാൻ പറയുകയല്ല. റബ്ബിൻ്റെ അടുത്ത് തീർന്നുപോയി, എൻ്റെ കയ്യിലില്ല, ഞാൻ ആദ്യം നൽകിയവരൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കണം, അങ്ങനെയല്ല. വല്ലാഹുൽ ഗനി വഅൻതുമുൽ ഫുഖറാ. അള്ളാഹു ഗനിയാണ്, നിങ്ങളെല്ലാവരും ഫഖീറുകളാണ്. ഇനി നിങ്ങൾ ധനം ചെലവഴിക്കുന്നില്ലെങ്കിൽ വഇൻ തതവല്ലൗ യസ്തബ്ദിൽ ഖൗമൻ ഗൈറക്കും സുമ്മ ലാ യകൂനു അംസാലക്കും. നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ആ നിഅമത്തിനെ അള്ളാഹു എടുത്തു മാറ്റി മറ്റൊരു സമൂഹത്തെ ഏൽപ്പിക്കും. അവർ നിങ്ങളെപ്പോലെ ആയിരിക്കുകയില്ല. അതുകൊണ്ട് റഹ്മാനായ റബ്ബ് ഇതിനൊക്കെ കഴിവുള്ളവനാണ്. യബ്സുതു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. ചിലർക്ക് അള്ളാഹു വിശാലമായി കൊടുക്കും, ചിലർക്ക് കുറച്ചു കൊടുക്കും. എന്തിനാണ്? മറ്റുള്ള ആളുകൾ അവരുടെ ഉത്തരവാദിത്തം, ബാധ്യത നിർവഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ. അതുകൊണ്ട് ധനം, ആരോഗ്യം, അറിവ്, സ്ഥാനമാനങ്ങൾ, മറ്റു എന്തെല്ലാം നിഅമത്തുകളുണ്ടോ അത് സമൂഹത്തിലേക്ക് ഇറങ്ങണം. ഒന്നിലും പിശുക്ക് കാണിക്കാൻ പാടില്ല എന്ന അതുല്യവും മഹനീയവുമായ ഒരു ആശയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അത് ഉൾക്കൊണ്ടുകൊണ്ട് ഞാനും നിങ്ങളും ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك. اللهم وفق ولي أمرنا الشيخ خليفة بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.